The question, check if a number is prime or not. So problem statement, check if a given number is prime divisible by only one and itself. Prime definition ആണ് divisible by only one and itself. പിന്നെ input 7, output true because 7 ഒരു prime number ആണ്. So ഇതെങ്ങനെ നമ്മൾ കോഡ് ചെയ്യുക? ആദ്യം നമ്മൾക്ക് അറിയേണ്ടത് എന്താണ് പ്രൈം നമ്പർ അറിയാം, ബട്ട് അതിന്റെ ആ സ്റ്റെപ്സ് എങ്ങനെ പ്രൈം നമ്പർ ഫൈൻഡ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇവിടെ ബൈജൂസ് പോയപ്പോ കണ്ടത് ഇതാണ്. ഇതില് ഫൈൻഡിങ് പ്രൈം നമ്പേഴ്സ് യൂസിങ് ഫാക്ടറൈസേഷൻ ജസ്റ്റ് ഒരു മെത്തഡാണ്. സ്റ്റെപ്പ് 1, ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ ഗിവൺ നമ്പർ. നമുക്ക് ഇത് കോപ്പി ചെയ്യാം, അല്ല എല്ലാം ഒരുമിച്ച് കോപ്പി ചെയ്യാം. ചെക്ക് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പർ. If the number of factors is more than 2, it is not a prime number. അവിടെ നിന്ന് വായിക്കാം. Copy and paste. Right. So ഇതാണ് നമ്മുടെ 3 steps. നീ ഇത് കോഡ് ചെയ്തെടുത്താൽ മതി. അത്രേ ഉള്ളൂ. സംഭവം സിമ്പിൾ ആണ്. ജസ്റ്റ് 3 സ്റ്റെപ്പ് അത് കോഡ് ലാംഗ്വേജിലേക്ക് ആക്കുക. ഓക്കെ. സോ ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ ഗിവൺ നമ്പർ. സോ find the factors of given number. Paint പോയിപ്പോ ആണെങ്കിൽ ജസ്റ്റ് ഇത് 1ന്റെ കൂടെ ഡിവിസിബിൾ ആണ് 2, 3, 4, 6, 9 എക്സെട്ര 12. ഐ ഗസ് 12 and 18 ഉണ്ട്. പിന്നെ 36 കൂടി. സോ ഇതൊരു പ്രൈം അല്ല, ബട്ട് 7 പ്രൈം നമ്പർ ആണ്. സോ 7 ഡിവിസിബിൾ ആകുക 1ഉം ആൻഡ് ഇറ്റ് സെൽഫിന്റെ കൂടെയാണ്, വേറെ ഒരു നമ്പറിന്റെ കൂടെ ഡിവിസിബിൾ അല്ല. സോ അത്രേ ഉള്ളൂ. അപ്പോ മെയിൻ ലോജിക് എന്താ വെച്ചാൽ, ഒരു പ്രൈം നമ്പറിന്റെ ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ലെങ്ത് 2 ആവും. ബട്ട് ബാക്കി നോൺ പ്രൈം എല്ലാം ലെങ്ത് സംതിങ് ഗ്രേറ്റർ ദാൻ 2 ആവും. അത്രേ ഉള്ളൂ. ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 2 ആവും. ഓക്കെ. സോ ഇത് നമ്മൾ കോഡ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുക വെച്ചാൽ ഓക്കെ. സോ ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ ഗിവൺ നമ്പർ. ആദ്യം നമ്മൾക്ക് വേണ്ടത് ജസ്റ്റ് ഒരു ഇൻപുട്ട് ആയിട്ട് ഒരു നമ്പർ എടുക്കുക. സോ ലെറ്റ്സ് സേ ഇത് നമ്പർ പറഞ്ഞിട്ടൊരു നമ്പർ തന്നെ എടുക്കുക. നമ്പർ ഈസ് ഈക്വൽ ടു കിട്ടണ ഇൻപുട്ട് enter a number. സോ എപ്പോഴും ഓർത്ത് വെക്കണം, ഇൻപുട്ട് സ്ട്രിങ് ആണ് ഔട്ട്പുട്ട് ചെയ്യുക. സോ അത് ഇന്റീജർക്ക് കൺവേർട്ട് ചെയ്യണം. ഹൗ? യൂസിങ് ദ ഇന്റ് ഫംഗ്ഷൻ. ജസ്റ്റ് ഇത് ഇവിടെ ഒരു ഇന്റ് യൂസ് ചെയ്തു. സോ അത് എന്താണ് ഇൻപുട്ട് വരുന്നത് അത് ഇന്റീജർക്ക് കൺവേർട്ട് ചെയ്യും. സോ അത് കിട്ടി. ഇൻപുട്ട് കിട്ടിയ ശേഷം പിന്നെ ഈ നമ്പറിന്റെ ഓരോ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മളൊരു അറേ ഇനീഷ്യലൈസ് ചെയ്യുക. ഈ ഒരു എം ടി അറേ ഇനീഷ്യലൈസ് ചെയ്യാൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു ലെറ്റ്സ് എ ആർ ഒരു അറേ ലൈക്ക് ലിസ്റ്റ് ആണല്ലോ. ഓക്കെ. സോ li is equal to ജസ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ്, ഉള്ളിലൊന്നുമില്ല. അതിന്റെ അർത്ഥം ഒരു എം ടി ലിസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്തു. അത്രേ ഉള്ളൂ. സോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ എം ടി അറേ ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം ഇതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ബട്ട് ഇപ്പം ഇങ്ങനെ ചെയ്തു പോവാം. അതിനുശേഷം നമ്മളൊരു ഫോർ ലൂപ്പ് റൺ ചെയ്യണം. ഫോർ i in range പറഞ്ഞുതരാം. i in range 1 2 number. ഓക്കെ. നമ്പർ ഇതിന്റെ അർത്ഥം എന്താ? ഈ ലൈൻ്റെ അർത്ഥം ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ റേഞ്ചിന്റെ അർത്ഥം, റേഞ്ച് ഓഫ് സംതിങ് ടു സംതിങ് എന്ന് പറയുമ്പോൾ റേഞ്ച് ഓഫ് ലെറ്റ്സ് സേ 1 2 3 ആണെങ്കിൽ ഐ ഗസ് ഞാൻ പ്രിന്റ് ചെയ്ത് കാണിച്ചത്. ഇത് പോട്ടെ, കമന്റ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ലെറ്റ്സ് സേ 4 ആൻഡ് പ്രിന്റ് i. ഓക്കെ. ഇതെന്താ നടക്കാൻ നോക്കാം. i പ്രിന്റ് ചെയ്യണു
ഫ്രം റേഞ്ച് 1 to 4. സോ 1 ഇൻക്ലൂഡിംഗ് ആണ്, 2, 3, ബട്ട് 4 എക്സ്ക്ലൂഡിംഗ് ആണ്. സോ 1 ഇൻക്ലൂഡിംഗ്, 4 എക്സ്ക്ലൂഡിംഗ്, 1, 2, 3. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നമ്പർ കൊടുക്കുന്നു. സോ വാട്ട് എവർ നമ്പർ വി ഇൻപുട്ട് അത് ഇവിടെ വരും. അതിനുശേഷം അത് എന്ത് ചെയ്യണം, അത് നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ എങ്ങനെയാണ് ഡിവിസിബിൾ ആണോ എന്ന് അറിയാം. ഹൗ ടു സേ ഇഫ് നമ്പർ ഇസ് ഡിവിസിബിൾ. റിമൈൻഡർ 0 ആണ് അല്ലേ? റിമൈൻഡർ 0 ആണ്, അത്രേ ഉള്ളൂ. റിമൈൻഡർ 0 ആയി കഴിഞ്ഞാൽ ആ നമ്പർ ഡിവിസിബിൾ ആണെന്ന് അർത്ഥം. സോ ഇൻപുട്ട് എടുക്കണു, ഒരു എം ടി ലിസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യണു, ആൻഡ് ചെക്ക് ചെയ്യണു ഇഫ് ഡിവൈഡ് ചെയ്യണം. സോ ഐ ഇസ് ഡിവിസിബിൾ ബൈ നമ്പർ. അപ്പോ എന്താ ഡിവിസിബിൾ, div is equal to okay, remainder is equal to number divided അല്ല, സോ റിമൈൻഡർ ഓപ്പറേറ്റർ. സോ ഇത് ജസ്റ്റ് റിമൈൻഡർ തരും നമുക്ക്, റിമൈൻഡർ ഓഫ് ഐ, റിമൈൻഡർ കിട്ടി. ഇനി ഓൾറൈറ്റ്, സോ റിമൈൻഡർ കിട്ടി. അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്യണം റിമൈൻഡർ 0 ആണോ. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8 ആണ്, നമ്പർ ഇസ് ഈക്വൽ ടു 8 ആണ് വെക്ക്. പിന്നെ ഐ ഇപ്പോ 2 ആണെങ്കിൽ അതിന്റെ 8 റിമൈൻഡർ 2 is basically equal to 0. So 2 is divisible by 8. അത്രേ ഉള്ളൂ. അത് ആണോന്ന് ചെക്ക് ചെയ്യാൻ, അപ്പൊ ഇത് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാനുള്ളൊരു ഇതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ അതേ സംഭവം നമ്മൾ ഇവിടെ ചെയ്യണം. റിമൈൻഡർ ഇസ് ഈക്വൽ ടു നമ്പർ റിമൈൻഡർ ഓഫ് ഐ. സോ ഇഫ് റിമൈൻഡർ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ്, എൽസ്, പിന്നെ വേറെയും കുറെ ഇഫ് എൽഇഫ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിൽ എപ്പോഴും നമ്മൾ ഇക്വാലിറ്റി ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുക. ആൻഡ് ഇക്വാലിറ്റി ഓപ്പറേറ്റർ ഡബിൾ ഈക്വൽ ടു ആണ്. അറ്റ്ലീസ്റ്റ് പൈത്തണിൽ ഡബിൾ ഈക്വൽ ടു ആണ് ഇക്വാലിറ്റി ഓപ്പറേറ്റർ. സോ ഇഫ് റിമൈൻഡർ ഇസ് ഈക്വൽ ടു 0ന്റെ അർത്ഥം ഇഫ് റിമൈൻഡർ ഇസ് ഈക്വൽ ടു 0, അത്രേ ഉള്ളൂ. അപ്പോ അത് നമ്മളൊന്ന് നോക്കി ചെക്ക് ചെയ്യണു. ഇഫ് ആണെങ്കിൽ ദെൻ എന്ത് ചെയ്യണം, ഈ ലിസ്റ്റിലേക്ക് നമ്മൾക്ക് ഡോട്ട് അപ്പൻഡ് പറഞ്ഞുതരാം. ഡോട്ട് അപ്പൻഡ് ഐ. അപ്പൊ ഐ ഒരു ഫാക്ടറാണ്, അതാണ് ഇപ്പോ കാര്യം. ഇപ്പോ ഈ ഐ 1 പോയി 1, 2, പിന്നെ അങ്ങനെ അങ്ങനെ പോയി ഓരോരോ നമ്പേഴ്സ് ചെക്ക് ചെയ്യും. ആൻഡ് അത് ഡിവിസിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഈ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ലിസ്റ്റിന് പേര് മാറ്റാം. ഇത് ഫാക്ടേഴ്സ്. സോ ഫാക്ടേഴ്സിലേക്ക് അപ്പൻഡ് ചെയ്യണം. അപ്പൻഡ് ചെയ്തു. അതിനുശേഷം ഈ അപ്പൻഡിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, ഈ അപ്പൻഡ് ഇസ് നത്തിങ് ബട്ട് ഒരു അറേ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം എന്തെങ്കിലും. ഇപ്പൊ ഇതിപ്പോ ഫാക്ടേഴ്സ് എംപ്റ്റി അറേയാണല്ലോ, അതിന്റെ ഉള്ളിലേക്ക് അപ്പൻഡ് ചെയ്യാൻ്റെ അർത്ഥം ഇൻസേർട്ട് ചെയ്യാന്നാണ്. അത്രേ ഉള്ളൂ. സോ ഫാക്ടേഴ്സിലേക്ക് അപ്പൻഡ് ചെയ്തു. പിന്നെ ഒരു എൽസ് കണ്ടീഷൻ വേണ്ട, അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. സോ നമുക്ക് നോക്കാം എന്തൊക്കെ നടന്നു. പ്രിന്റ് ഔട്ട് ടു മീ വാട്ട് ദ ഫാക്ടേഴ്സ് ആർ. ഓക്കെ, ആൻഡ് വേറെ ഒന്നുമില്ലല്ലോ. നമ്പർ ഇൻപുട്ട് ചെയ്യണു, ഫാക്ടേഴ്സിന്റെ അറേ ഇനീഷ്യലൈസ് ചെയ്യണു, ഫോർ ലൂപ്പ് റൺ ചെയ്യണു, പ്രിന്റ് ചെയ്യണു. ഓക്കെ, എൻ്റർ എ നമ്പർ. 36ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ നോക്കാം. സോ ഞാൻ എൻ്റർ അമർത്താൻ പോവാം. എൻ്റർ. ഓക്കെ, സോ 1, 2, 3, 4, 6, 9, 12, 18. അപ്പോൾ ഇപ്പൊ തന്നെ ഉറപ്പായി 36 ഒരു നോൺ പ്രൈം നമ്പർ ആണെന്ന്. ബട്ട് ഒരു പ്രശ്നമുണ്ട്, വിച്ച് ഇസ് ദാറ്റ്
36 കൂടിയും വരണം ഇതിൻ്റെ ഉള്ളിലേക്ക് അല്ലേ. എന്താ വെച്ചാൽ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എവിടെയാ പറഞ്ഞിരിക്കണം, ഓക്കെ ഇതിൽ തന്നെ check if a given number is prime divisible by 1 and itself. സോ അത് വേണം. അപ്പൊ എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് വരുമ്പോൾ ഈ ലിസ്റ്റിന്റെ ഉള്ളിൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ, ഇറ്റ്സെൽഫ് ഉണ്ടാവില്ല. ഇതിപ്പോ നോൺ പ്രൈം ആയതുകൊണ്ട് കുറെ ഉണ്ട്. സോ ഇതിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ റേഞ്ച്, അതാണ് റേഞ്ചിന്റെ കാര്യം. റേഞ്ച് എപ്പോഴും ലാസ്റ്റ് എലമെന്റ്, സോ ഇങ്ങനെ റേഞ്ച് 1 to 4 ആണെങ്കിൽ ദെൻ 4 എക്സ്ക്ലൂഡിങ് ആവും, 1 2 3 മാത്രമേ പ്രിന്റ് ആവുള്ളൂ. സോ എന്ത് ചെയ്യണം, ഇവിടെ ഒരു +1 കൊടുത്തു കഴിഞ്ഞാൽ പണി തീർന്നല്ലോ, 1 2 3 4ഉം ആവുമല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ നമ്പർ +1 ചെയ്യും. ഇനി നമ്മൾക്ക് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം, വേറെ ഒന്നുമില്ലല്ലോ. എൻ്റർ നമ്പർ 36, എൻ്റർ കൊടുക്കണം. ഓക്കെ, സോ 36ഉം ഫുള്ള് കയറി. ഓക്കെ, സോ ഇതിൽ അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് പ്രിന്റ് ചെയ്യാലോ. ഓക്കെ, ബട്ട് നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇഫ് ദിസ് ഇസ് എ പ്രൈം നമ്പർ ഓർ നോട്ട്. അപ്പൊ അതെങ്ങനെ നോക്കും. ഇപ്പോ പ്രൈം നമ്പർ ആണെങ്കിൽ ആ ലിസ്റ്റിന്റെ ഉള്ളിൽ ഇപ്പോൾ 7 ആണ് നമ്മൾ ഇൻപുട്ട് ഇടുന്ന വെച്ചാൽ 7ന്റെ ഫാക്ടേഴ്സ് is equal to 1 and 7, right? അപ്പോൾ 2 എലമെന്റ്സ് ഉണ്ടാവുള്ളൂ, മറ്റേതിൽ മോർ ദാൻ 2 എലമെന്റ്സ് ഉണ്ട്. ഓൾ റൈറ്റ്, സോ ലെങ്ത് കണ്ടുപിടിക്കണം ആ ഫാക്ടേഴ്സ് അറേന്റെ. സോ ഹൗ ഡു ഡു ദാറ്റ്? ലെങ്ത് ഓഫ് ഫാക്ടേഴ്സ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു വേരിയബിൾ ആണ്, വേരിയബിളിന്റെ പേര്. അത് is equal to, നമുക്കറിയാം ഒരു ലിസ്റ്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ LEN, അതൊരു ഇൻബിൽഡ് ഫംഗ്ഷൻ ആണ്, LEN. അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ആ ലിസ്റ്റിന്റെ പേര് കൊടുക്കണം, ഈ ഫാക്ടേഴ്സ്. സോ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ലെങ്ത് തരും, ഈ LEN ഫംഗ്ഷൻ. അത് ഈ വേരിയബിൾക്ക് സ്റ്റോർ ചെയ്യണം. സോ ഇത് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് മീ ലെങ്ത് ഓഫ് ഫാക്ടേഴ്സ്. ഓൾ റൈറ്റ്, സോ let's run it. Enter a number 36, enter കൊടുക്കണം. 9 9 ഉണ്ടാവും, 1 2 3 4 5 4 അങ്ങനെ അങ്ങനെ പോയിട്ട് 36ന്റെ ഫാക്ടേഴ്സിന്റെ ടോട്ടൽ കൗണ്ട് 9 ആവും. ഓക്കെ, സോ ജസ്റ്റ് ഇനി ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് മതി, അത് പ്രൈം ആണോ അല്ലേന്ന്. ഓക്കെ, സോ ഈ സ്റ്റെപ്പ് പ്രകാരം ചെക്ക് ദ ഫാക്ടേഴ്സ് ഓഫ് ദാറ്റ് നമ്പർ അല്ലേ. അപ്പൊ ഈ സ്റ്റെപ്പ് ഒന്നും വേണ്ട, അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. ഓക്കെ, നൗ ഇഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, ഇഫ് ലെങ്ത് ഓഫ് ഫാക്ടേഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ 2, ദെൻ എന്താവും, it's print to me it's not a prime. Okay, else just print it is a prime. Okay, so length of factors greater than 2 ആണെങ്കിൽ example 36 ആണെങ്കിൽ it's not a prime. Else example like example 7, 7 1 and 2 മാത്രമേ ഉള്ളൂ, സോ ഈക്വൽ ടു 2 ആവും ലെങ്ത് ഓഫ് ഫാക്ടേഴ്സ്, ഇറ്റ് ഈസ് എ പ്രൈം. നോക്കാം, റൺ കൊടുക്കണം. ഓൾ റൈറ്റ്, എൻ്റർ എ നമ്പർ 7, ഒരു പ്രൈം നമ്പർ കൊടുക്കണം. എൻ്റർ കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് എ പ്രൈം. ഓക്കെ, ദെൻ റൺ 36, എൻ്റർ കൊടുക്കണം. ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം. ഓഹോ, ഓക്കെ, സോ ഇത് വർക്കാവുണ്ട്. ബട്ട് എനിക്കൊരു ഡൗട്ട്, ഇസ് 1 എ പ്രൈം നമ്പർ ഓർ നോട്ട്? 1ന്റെ ഫാക്ടേഴ്സ് 1 ഓൺലി ആണല്ലോ, ബട്ട് എനിക്ക് തോന്നുന്നു 1 പ്രൈം നമ്പർ ആണ്. അപ്പൊ 1 പ്രൈം നമ്പർ ആണെങ്കിൽ ദെൻ ലെങ്ത് ഓഫ് ഫാക്ടേഴ്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ ഓക്കെ. ഓക്കെ, ഇത് 1 കൊടുത്താൽ എന്താവും? എൻ്റർ നമ്പർ 1, ഇറ്റ് ഈസ് എ പ്രൈം. ഓക്കെ, എന്താ വെച്ചാൽ
ഫാക്ടേഴ്സിന്റെ ലെങ്ത്, വണ്ണിന്റെ ഫാക്ടേഴ്സിന്റെ ലെങ്ത് ഒരു എലമെന്റ് ഉണ്ടാവുള്ളൂ ആ ഫാക്ടേഴ്സ് ലിസ്റ്റിൽ. സോ അത് എൽസ് സ്റ്റേറ്റ്മെന്റ് തന്നെ ചാടും. ഓക്കെ, സോ അങ്ങനെയാണ് പ്രൈം. ആക്ച്വലി ഇത് സോൾവ് ചെയ്യേണ്ട വേറെ മെത്തഡിലാണ്, ഒരു സീവ്സ് മെത്തഡ് എന്തോ ഉണ്ട്. അതാ തോന്നുന്നു സീവ്സ് മെത്തഡ്. അപ്പോൾ അത് വഴിയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് ആണോ ചെക്ക് ചെയ്യേണ്ട കറക്റ്റ് മെത്തഡ്. ബട്ട് അത് കുറച്ച് ടഫാണ്. സോ ഇപ്പോൾ ഇതിങ്ങനെ പഠിച്ചു പോകും.